ഈ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പുതുതലമുറ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കൂടുതലായും ഏറ്റുവാങ്ങുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ജോലിയില്ലായ്മ, ജോലി ലഭിക്കായ്മ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ അവർ നമ്മളോട് കൂടുതലായും ചോദിക്കുന്ന ഏരിയകളാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ കൂടുതലായും പഠിച്ചിട്ട് പോവുക ഡീപ്പായിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ്. എന്നാൽ അവർ നമ്മളോട് ചോദിക്കുന്നതോ ബൗണ്ടറി കണ്ടീഷനിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പല സാഹചര്യങ്ങളിലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരാറുണ്ട്. കയ്യിൽ കിട്ടിയ ജോലി പോലും, നല്ല പാക്കേജുകളുള്ള കയ്യിൽ കിട്ടിയ ജോലികൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യവും വരാറുണ്ട്. ഇതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടി എന്താണ് ബേസ് സബ്ജക്റ്റുകളെ പറ്റിയുള്ള ഒരു നോളജ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ബേസ് നോളജ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് രാഹുൽ അലോറ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്? Fluid mechanics is a branch of science which deals with the fluids at rest as well as in motion. നമ്മൾ റെസ്റ്റിലുള്ളതിനെ പറ്റി പഠിക്കുന്നതിന് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നും, മോഷനിലുള്ളതിനെ പറ്റി പഠിക്കുന്നതിന് അതും ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫ്ലൂയിഡ് കൈനറ്റിക്സ് എന്നും, ഫോഴ്സ് ആക്ട് ചെയ്യാത്തതിനാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്നും പറയും. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. എന്താണ് പ്രോപ്പർട്ടി? പ്രോപ്പർട്ടീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം. ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഡെൻസിറ്റി. ഒന്നാമത്തെ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി? എന്താണ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്? ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. അതിന്റെ യൂണിറ്റ് നമുക്ക് ഇതിന്റെ യൂണിറ്റ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്, മാസ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് മാസ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്താണ് വെയിറ്റ് ഡെൻസിറ്റി? വെയിറ്റ് ഡെൻസിറ്റി is defined as a ratio of weight of the fluid to its volume of the fluid. അടുത്ത പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വോളിയം. Specific volume is defined as a ratio of volume of the fluid to its mass of the fluid. It is a reciprocal of mass density. The mass density is denoted by rho and weight. Specific volume is denoted by 1 by rho. എന്താണ് specific gravity? Specific gravity is defined as a ratio of density or weight density of a fluid to the weight density or density of a standard fluid. Specific gravity of a liquid. എന്താണ് specific gravity of a liquid? It is defined as a ratio of density or weight density of a liquid to the density or weight density of a standard liquid. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആയിട്ട് എടുക്കുന്നത് വാട്ടർ ആണ്. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്നത് ഗ്യാസിന്റെ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്നത് എയറുമാണ്. എന്താണ് വിസ്കോസിറ്റി? Viscosity is the resistance to the movement of one layer of a fluid to the adjacent another layer of a fluid. It is a very important fluid property. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യാം. ഒരു ഫ്ലോവിംഗ് ഫ്ലൂയിഡ് ഒരു പൈപ്പിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ വാളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ വാളിന്റെ ഫ്ലൂയിഡ് വെലോസിറ്റി ആയിരിക്കും. ആ വാളിന്റെ വെലോസിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ ആ പൈപ്പ് സ്റ്റേഷനറി ആണെങ്കിൽ ആ വാളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ നിൽക്കും. എപ്പോഴാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക? വാളിൽ നിന്നും അതിന്റെ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, റൈറ്റ് ആംഗിൾ ഡിസ്റ്റൻസിൽ, അതിന്റെ റൈറ്റ് ആംഗിൾ ഡയറക്ഷനിൽ അതിന്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്യും. ചെയ്യുന്നതിന് ഫലമായിട്ട് അവിടെ ഒരു ഷിയർ സ്ട്രെസ് ടോ ഡെവലപ്പ് ചെയ്യും. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the velocity gradient with respect to the direction. The proportionality constant is known as dynamic viscosity or viscosity. Simply, the shear stress tau is
mu du by dy വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ടോ ഈസ് shear stress, mu dynamic viscosity, and du by dy is the rate of shear strain. അതാണ് വിസ്കോസിറ്റി. എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി? ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡിനെ നമ്മൾ അതിന്റെ ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി കിട്ടുന്നതായിരിക്കും. കൈനമാറ്റിക് വിസ്കോസിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ന്യൂ എന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും. ഇതൊക്കെയാണ് ഫ്ലൂയിഡിന്റെ മേജർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അടുത്തത് നമ്മൾ കടക്കുന്നത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. എത്ര തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ട്? 4 തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ ബേസ് ആയിട്ട് പഠിക്കേണ്ടത്. ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് ആൻഡ് നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്. Ideal fluids are the fluid which does not possess any viscosity. This is an imaginary fluid. Ideal fluid എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിൽ വിസ്കോസിറ്റി തീരെ തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഫ്ലൂയിഡ് നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ തീരെ പോസിബിൾ അല്ല എന്ന് നമ്മൾക്ക് അറിയുകയും ചെയ്യാം. അവിടെ വിസ്കോസിറ്റി ഇല്ലാത്തതിനാൽ വെലോസിറ്റി അവിടെ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ du by dy അവിടെ 0 ആയിരിക്കുകയും ഷിയർ സ്ട്രെസ് ടോ ഓൾസോ 0 ആയിരിക്കുകയും ചെയ്യും. റിയൽ ഫ്ലൂയിഡ്സ്, നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സിനാണ് നമ്മൾ റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ വിച്ച് പോസസ് സം വിസ്കോസിറ്റി, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ റിയൽ ഫ്ലൂയിഡ്സിനെ പറ്റി പറയാം. ദ ഫ്ലൂയിഡ് വിച്ച് പോസസ് സം വിസ്കോസിറ്റി ഈസ് നോൺ ആസ് റിയൽ ഫ്ലൂയിഡ്. എന്താണ് ന്യൂട്ടോണിയൽ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തരത്തിലുള്ള ഫ്ലൂയിഡാണ് ന്യൂട്ടോണിയൽ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡും. ദ ഫ്ലൂയിഡ് വിച്ച് ഒബേ ദ relation tau is equal to mu du by dy is known as Newtonial fluid, and the fluid which does not obey the relation tau അല്ലെങ്കിൽ നമുക്ക് പറയാം the fluid which obey the relation tau not equal to mu du by dy is known as non-Newtonial fluid.